ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉഴുന്നില്ലാത്ത ഒരു ഉഴുന്നുവടയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഉഴുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് അവിടെ ഉണ്ടാവില്ല എന്നറിയാമല്ലോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ്. ഉഴുന്നുവട എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കാം. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതിൽ 1 ഗ്ലാസ് അരിപ്പൊടി ആട്ടോ, 1 ഗ്ലാസ് അരിപ്പൊടി, അതുപോലെ 1 ഗ്ലാസ് വെള്ളം, പിന്നെ 1 ഗ്ലാസ് മോര്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചേർത്തു, അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ 1 ഗ്ലാസ് ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ 1 ഗ്ലാസ് മോരും. അപ്പോൾ മോരിന് അധികം പുളിയൊന്നും വേണ്ട, അത്യാവശ്യം പുളി മാത്രം മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കട്ടയൊന്നും ഉണ്ടാവരുത്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണത്. അപ്പോൾ എന്താണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കണമെന്ന്. ഇത് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിത് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ആ ചൂട് കൊണ്ടിട്ട് അതിലെ വെള്ളമൊക്കെ പറ്റിയിട്ട് നല്ല ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവിരിക്കില്ലേ, ആ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് കട്ട കെട്ടാണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കട്ട കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിലേക്കൊന്നും വരില്ല. അപ്പോൾ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഏകദേശം നമ്മളുടെ പൊടിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇനി ഒത്തിരി കൂടെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു മീഡിയം സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതാട്ടോ, അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ആ പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായി ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് കറക്റ്റ് ഷേപ്പിലേക്ക് മാറ്റുവേ. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ ബോൾസും എടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഇപ്പോൾ ഈ പരുവത്തിലിരിക്കുന്ന കാരണം നമ്മൾക്ക് കയ്യിലെടുത്ത് ആ കറക്റ്റ് ഉഴുന്നുവടയുടെ പരുവത്തിലേക്ക് ആക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പൊടി എടുക്കണേ മുന്നേ കയ്യിലൊരിത്തിരി എണ്ണ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൊടിയൊന്നും കയ്യിൽ പിടിക്കില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇപ്പോൾ നോമ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ അതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്ന പ്രോസസ്സ് മാത്രമേ ഒരു ഇത്തിരി സമയം എടുക്കുകയുള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്, അധികം പ്രോസസ്സൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളെന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിം, നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മളുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പിയാണ് അതിൻ്റെ ഉള്ളല്ല പുറം, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്താണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.